ലോക പോലീസാണെന്ന അഹങ്കാരത്തിൽ ഇറാന്റെ മണ്ണിലേക്ക് കാലുകുത്തിയാൽ നിങ്ങളെയും നിങ്ങളുടെ വാലാട്ടിപ്പട്ടിയായി പശ്ചിമേഷ്യയിൽ നിങ്ങൾ തന്നെ വളർത്തിയെടുത്ത ഇസ്രായേലിനെയും ചുട്ടെരിക്കുമെന്ന പാഠം ഇതിനോടകം തന്നെ അമേരിക്ക പഠിച്ചു കഴിഞ്ഞു. ഖമേനിയെ കൊന്നുകളയുമെന്ന് പറഞ്ഞ ഇസ്രായേലും അമേരിക്കയുടെ കാൽക്കീഴിൽ ഇറാനെ എത്തിപ്പിക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയും വാലും ചുരുട്ടി ഇതാ ഓടിയിരിക്കുന്നു. ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ടുപോയാൽ റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും മാരകായുധങ്ങൾ നെഞ്ചിലൂടെ തുളഞ്ഞു കയറുമെന്ന കാര്യം അവർ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമേരിക്കയും ഇസ്രായേലും ഒടുവിൽ തോറ്റുമടങ്ങിയിരിക്കുന്നു. ഇറാനെ ചുട്ടെരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച യുദ്ധം അവർ തന്നെ ഇതാ അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ മറ്റൊരു രാജ്യത്തിനും യാതൊരു അവകാശവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഈ യുദ്ധത്തെ പരിസമാപ്തിയിലേക്ക് നയിച്ചത്. അമേരിക്ക വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റാണെന്ന് ഇറാൻ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യയെ വിറപ്പിച്ച ഇറാൻ ഇസ്രായേൽ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ അമേരിക്കയും ഇസ്രായേലും എന്താണ് നേടിയത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അമേരിക്ക എന്ന വൻ ശക്തിയെയും ഇസ്രായേൽ എന്ന ശിങ്കിടിയെയും ഇറാന്റെ സൈന്യം തകർത്തെറിയുന്ന കാഴ്ച ലോകം കണ്ടുനിന്നു. ഇറാൻ ആണവായുധ നിർമ്മാണം തുടങ്ങിയിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും എന്തിനവർ യുദ്ധത്തിന് കോപ്പുകൂട്ടി എന്ന കാര്യമാണ് മനസ്സിലാകാത്തത്. ലോകം മുഴുവൻ ഈ ചോദ്യമാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ലോകത്തിന് മുന്നിൽ പരിഹാസ്യരായിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. ലോകം മുഴുവൻ ഇറാനൊപ്പം നിന്നതോടെ ഈ യുദ്ധത്തിൽ നിന്നും പിൻവലിയാൻ അമേരിക്കയും ഇസ്രായേലും നിർബന്ധിക്കപ്പെട്ടു. മുഴുവൻ അറബ് ജനതയും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ തിരിഞ്ഞപ്പോൾ മറ്റു മാർഗങ്ങളൊന്നും തന്നെ അവർക്ക് മുന്നിൽ ഇല്ലാതെ വന്നു. ഈ ജാള്യത മറയ്ക്കാൻ ഇറാന് നേരെ ഒരു വട്ടം കൂടി ആക്രമണം നടത്താൻ ഉത്തരവിട്ട ഇസ്രായേൽ നടപടി വീണ്ടും വലിയ തിരിച്ചടിയാണ് അവർക്ക് വരുത്തിവെച്ചത്. ഇനി അമേരിക്കയ്ക്ക് പോലും ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. 2 ദിവസം കൊണ്ട് ഇറാനെ അങ്ങോട്ട് തുടച്ചു നീക്കുമെന്നും കരുതി ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ സംഹാരരൂപിയായ ഇറാനെയാണ് ലോകം കണ്ടത്. നരകത്തിന്റെ വാതിൽ ഇറാൻ തുറന്നതോടെ ഇസ്രായേലിലെ ജനങ്ങൾ പരിഭ്രാന്തരായി മാറുകയായിരുന്നു. ബങ്കർ ഇല്ലാതിരുന്ന രാജ്യമായിരുന്നു ഇസ്രായേലെങ്കിൽ പിന്നെയും മരണസംഖ്യ ഗണ്യമായി ഉയരുമായിരുന്നു എന്നതും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണാധികാരിയുടെ പിടിപ്പുകേടുകൊണ്ട് ഇസ്രായേലിൽ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത്. എന്നാൽ പല മാധ്യമങ്ങളും അതൊക്കെ റിപ്പോർട്ട് ചെയ്തതിൽ പോലും കൃത്യത കാണിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തെ ഇറാൻ വിറപ്പിക്കുന്നു എന്നതും ഇറാനെ പരാജയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യം അല്ല എന്ന തിരിച്ചറിവും പുറത്തു പറയാൻ അവരെ അനുവദിക്കാത്തതിന് പിന്നിൽ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. എന്നാൽ ഇറാനിൽ ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തിയപ്പോൾ കൃത്യമായി അതിനെ പ്രതിരോധിക്കാനും ജനങ്ങളെ ഏകോപിപ്പിക്കാനും രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കണമെന്നുകൂടി കരുതി ഇസ്രായേൽ നടത്തിയ ഈ നീക്കം മനസ്സിലാക്കി തന്നെയായിരുന്നു ഇറാന്റെ പ്രതികരണവും. ഇറാന്റെ ആണവമോഹത്തെ മുളയിലേ നുള്ളാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കളിച്ച ഇത്തരം കളികൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട്. അമേരിക്ക തകർക്കാൻ ശ്രമിച്ച ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ വീണ്ടും സജീവമായി തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത അവിടെയാണ് കൂടുതൽ പ്രസക്തമാകുന്നത്. അമേരിക്കയുടെ ബോംബാക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച ഇറാനിലെ 3 ആണവ നിലയങ്ങളും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ആ വാർത്ത. ആണവ വ്യവസായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ ഇറാൻ മുൻകൂട്ടി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റും ഇറാൻ ആണവോർജ സംഘടനയുടെ പ്രധാന നേതാക്കളിൽ ഒരാളുമായ മുഹമ്മദ് ഇസ്ലാമി പറഞ്ഞു. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇസ്ലാമി ചൂണ്ടിക്കാണിച്ചു. യുറേനിയം ഉൽപാദനത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതിനുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ഇസ്ലാമി പറയുന്നു. ആണവ മിസൈൽ ഭീഷണികൾ ഇല്ലാതാക്കി ഇറാനെതിരായ സൈനിക നടപടിയുടെ എല്ലാ ലക്ഷ്യങ്ങളും ഇസ്രായേൽ നേടിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി, ജനറൽ സ്റ്റാഫ് മേധാവി, മൊസാദ് മേധാവി എന്നിവരുമായി ഒരു സുരക്ഷാ ക്യാബിനറ്റ് യോഗവും നടത്തി. ഇസ്രായേൽ ഇറാനെതിരെ സൈനിക ഓപ്പറേഷനിലൂടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുത്തുവെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. എന്നാൽ നെതന്യാഹുവിൻ്റേത് വെറും പൊള്ളയായ വാദങ്ങൾ മാത്രമാണ് എന്ന് ഇറാൻ ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും തകർത്തുവെന്ന് അവകാശപ്പെടുന്ന ആണയ നിലയങ്ങൾ സാധാരണ പോലെ പ്രവർത്തിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇറാൻ എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഈ കാര്യം തന്നെയാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടിലും പറയുന്നത്.
അമേരിക്കയുടെ വ്യോമാക്രമണത്തെ തുടർന്ന് ഇറാന്റെ ആണവ പദ്ധതി തടസ്സപ്പെട്ടിട്ടില്ലെന്നും ഏതാനും മാസങ്ങൾക്ക് ശേഷം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുമെന്നും അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തിയ പ്രസ്താവനകളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തൽ. ഫോഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവ പൂർണ്ണമായും നശിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളി വൈറ്റ് ഹൗസ് രംഗത്ത് വരികയായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. പ്രസ് സെക്രട്ടറി കരോലിൻ ലീവ്ലെറ്റ് ഇറാനെതിരെയുള്ള ദൗത്യത്തെ ന്യായീകരിക്കുകയും ചെയ്തു. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രസിഡന്റ് ട്രംപിനെയും ധീരരായ പൈലറ്റുമാരെയും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണെന്നും 30,000 പൗണ്ട് ഭാരമുള്ള 14 ബോംബുകൾ നേരിട്ട് ലക്ഷ്യത്തിലേക്ക് വർഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാമെന്നും ലീവെറ്റ് ചൂണ്ടിക്കാണിച്ചു. അമേരിക്കൻ ആക്രമണത്തിന് മുൻപ് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിച്ചിരിക്കാമെന്നും അവർ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറാൻ ഒരു ഫീനിക്സ് പക്ഷിയാണ് എന്ന കാര്യം. എത്ര കെടുത്താൻ ശ്രമിച്ചാലും അവിടുത്തെ തീയും ചൂടും അതിന് നിങ്ങളെ അനുവദിക്കില്ല. ആ രാജ്യത്തിന്റെ പൈതൃകത്തിൽ ആ പോരാട്ട വീര്യം നമുക്ക് കാണാവുന്നതുമാണ്. ഇറാൻ പുരാതന പേർഷ്യൻ സംസ്കാരത്തിന്റെ ആഴമേറിയ വേരുകളുള്ള ഒരു രാഷ്ട്രമാണ്. ലോകത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ചരിത്രത്തിൽ അതിശേദ്യമായ സ്ഥാനവും ഇറാൻ നേടിയിട്ടുണ്ട്. ഇറാന്റെ ജനത അവരുടെ സമ്പന്നമായ പൈതൃകവും ശാസ്ത്രീയ സാഹിത്യ മേഖലകളിലെ സംഭാവനകളും സ്വാതന്ത്ര്യത്തിനായുള്ള അടങ്ങാത്ത ആഗ്രഹവും ലോകത്തിന് മാതൃകയാണ്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ലോകത്തിന്റെ രാഷ്ട്രീയ വേദിയിൽ സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രം മുൻനിർത്തി നടത്തുന്ന നയങ്ങൾ മനുഷ്യത്വത്തിന്റെയും നീതിയുടെയും മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നവ തന്നെയാണ്. ഇറാൻ ആകട്ടെ ചരിത്രത്തിന്റെ താളുകളിൽ തന്റേതായ ഒരു അധ്യായം രചിച്ച രാഷ്ട്രം കൂടിയാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലം മുതൽ ശാസ്ത്രം, സാഹിത്യം, കല, വാസ്തുശില്പം എന്നിവയിൽ ഇറാൻ ലോകത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒമർ ഖയാമിന്റെ കവിതകളും അവീസേനയുടെ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളും പേർഷ്യൻ വാസ്തുകലയുടെ മനോഹരമായ മസ്ജിദുകളും ഇറാന്റെ സാംസ്കാരിക ശക്തിയുടെ തെളിവാണ്. ഇന്ന് ഇറാൻ ഒരു ശക്തമായ ജനാധിപത്യ രാഷ്ട്രമായി ബാഹ്യശക്തികളുടെ മർദ്ദനങ്ങൾക്കിടയിലും സ്വന്തം പരമാധികാരം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇറാന്റെ ജനങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളിലും തങ്ങളുടെ ദേശീയോന്മുഖമായ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നു. ഉപരോധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും അവർക്ക് തടസ്സമേയല്ല. മറിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പുരോഗതി കൈവരിക്കാനുള്ള അവരുടെ ത്വരയെ ശക്തിപ്പെടുത്തുന്നു. ആണവശാസ്ത്രം, ബഹിരാകാശ ഗവേഷണം, മെഡിക്കൽ ടെക്നോളജി എന്നിവയിൽ ഇറാൻ നേടിയ നേട്ടങ്ങൾ അവരുടെ ജനങ്ങളുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ തെളിവ് കൂടിയാണ്. അമേരിക്കയും ഇസ്രായേലും ലോകത്തിന്റെ രാഷ്ട്രീയ വേദിയിൽ സ്വന്തം ശക്തി ദുരുപയോഗം ചെയ്യുന്ന രാഷ്ട്രങ്ങളാണ്. അമേരിക്ക ലോക പോലീസ് എന്ന പേര് സ്വയം ചാർത്തിയെടുത്ത് മറ്റു രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിന് ഒരു മടിയും കാണിക്കുന്നില്ല. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകൾ ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവനും സമാധാനവും കവർന്നെടുത്തിട്ടുണ്ട്. ഇതിനെ ജനാധിപത്യം എന്ന് വിളിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ലോക ജനതയോടുള്ള അനാദരവാണ് എന്നുകൂടി പറയട്ടെ. ഇസ്രായേലിന്റെ നയങ്ങളും ഒട്ടും വ്യത്യസ്തമല്ല. ഫലസ്തീൻ ജനതയോടുള്ള അവരുടെ സമീപനം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഗാസയിലെ നിരന്തരമായ ആക്രമണങ്ങൾ, ഫലസ്തീൻ ജനതയുടെ ഭൂമി കവർന്നെടുക്കൽ, അവരുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കൽ, ഇവയെല്ലാം ലോക സമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ഇസ്രായേലിന്റെ ഈ നയങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും ധാർമ്മിക പാപ്പരത്വമാണ് വെളിപ്പെടുത്തുന്നത്. ഒരു യുദ്ധം ഏത് രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുമ്പോഴായാലും അത് ജനങ്ങളുടെ ജീവിതത്തിൽ വിനാശവും ദുഃഖവും മാത്രമാണ് വിതയ്ക്കുന്നത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഈ വിജയം ഇറാന്റെ സൈനിക ശക്തിയുടെ മാത്രം പ്രതിഫലനമല്ല, മറിച്ച് ഒരു ജനതയുടെ ഐക്യത്തിന്റെയും അവരുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അടങ്ങാത്ത പോരാട്ടത്തിന്റെയും പ്രതീകം കൂടിയാണ്. ഇറാൻ തന്റെ ജനങ്ങളുടെ ധൈര്യവും തന്ത്രപരമായ ബുദ്ധിയും സാങ്കേതിക വൈദഗ്ധ്യവും ഉപയോഗിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക ശക്തിയെ മറികടന്നു. ഈ വിജയം ലോകത്തിനൊരു സന്ദേശമാണ് നൽകുന്നത്. നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടം ഒരിക്കലും പരാജയപ്പെടില്ല എന്ന വലിയ സന്ദേശം. ഇറാനിയൻ ജനങ്ങൾ യുദ്ധത്തിന്റെ ഭീകരതകൾക്കിടയിലും തങ്ങളുടെ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചു. അവർ പരാജയപ്പെടുത്തപ്പെട്ട ജനങ്ങളോട് ദയ കാണിച്ചു, നിരപരാധികളെ സംരക്ഷിച്ചു, യുദ്ധത്തിന്റെ മുറിവുകൾ ഉണക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു.
അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ അഹങ്കാരത്തിന്റെയും ആധിപത്യ മോഹങ്ങളുടെയും ഫലമായി ഇവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ പരാജയം അവരുടെ നയങ്ങളുടെ പൊള്ളത്തരം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. യുദ്ധത്തിന്റെ അവസാനം ഇറാൻ ഒരു വിജയിയായി എന്ന് മാത്രമല്ല, മനുഷ്യത്വത്തിന്റെ പ്രതീകമായി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇറാൻ തന്റെ ചരിത്രം, സംസ്കാരം, ജനങ്ങളുടെ ദൃഢനിശ്ചയം എന്നിവയിലൂടെ ലോകത്തിനൊരു മാതൃക തന്നെയാണ് സൃഷ്ടിച്ചത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആധിപത്യ മനോഭാവവും മനുഷ്യാവകാശ ലംഘനങ്ങളും അവരെ ധാർമ്മികമായി പിന്നോട്ടടിപ്പിക്കുന്നു എന്ന കാര്യം. ഈ യുദ്ധത്തിൽ ഇറാൻ അവരെ പരാജയപ്പെടുത്തുന്നത് നീതിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും വിജയം കൂടിയാണ്. ഇറാൻ തന്റെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ശക്തിയാൽ ലോകത്തിന് പ്രത്യാശയുടെ ഒരു വലിയ വെളിച്ചം കൂടിയാണ് നൽകുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തു തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.